യേശുവിൽ പ്രിയരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നാളെ വിശുദ്ധ ബലിമധ്യേ വായിക്കുവാൻ പോകുന്ന വചനഭാഗം നമ്മൾ വിചിന്തനം ചെയ്യുകയും ഈ രാത്രിയുടെ യാമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മോശ തൻ്റെ ജനത്തോട് പറഞ്ഞ വചനഭാഗങ്ങളാണ് ഇന്നത്തെ വചനഭാഗമായിട്ട് നമ്മൾ ഉദ്ധരിക്കുവാനായിട്ട് എടുക്കുന്നത്. മോശ പറയുകയാണ്, ദൈവമായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടത് ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർ വാഗ്ദാനം ചെയ്ത ദേശത്ത് നിങ്ങൾ വസിക്കേണ്ടതിന് ദൈവം ഞാനിന്ന് പഠിപ്പിക്കുന്ന ഈ ചട്ടങ്ങളും ഈ കൽപ്പനകളും നിങ്ങൾ അനുസരിക്കുമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മുടെ ചട്ടങ്ങൾ, നമ്മുടെ കൽപ്പന, ദൈവകൽപ്പനകൾ അത് പാലിക്കുമ്പോൾ നമ്മൾ ജീവിക്കുകയും ദൈവമാണ് ഈ ജീവിതം നൽകിയത്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവം നൽകിയ ജീവിതത്തിന് ഓരോ ദിവസവും എനിക്ക് നന്ദി പറയാനായിട്ട് സാധിക്കുന്നു. ദൈവം ഇത്രത്തോളം അടുത്തുള്ള, വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ അടുത്തുള്ള ഒരു ശ്രേഷ്ഠ ജനത വേറെ ഏതാണുള്ളത് എന്ന് ഇന്നത്തെ വചനം നമ്മളോട് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നൽകിയതിനെക്കുറിച്ച് ഓർത്ത്, നൽകാത്തതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ, നിരാശപ്പെടുന്നതിനേക്കാൾ ദൈവം നൽകിയ, ഇന്നേ ദിവസം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ രാത്രി ദൈവസന്നിധിയിൽ ഒന്നിച്ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട്, നന്ദി പറയാൻ സാധിക്കുന്നുണ്ട്. കർത്താവേ, നാളത്തെ ദിനം ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈശോ പറയുകയാണ് സുവിശേഷത്തിൽ, ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല, പൂർത്തിയാക്കുവാനായിട്ടാണ്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ നിയമങ്ങളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാറിക്കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ വേദനകൾ വരുമ്പോൾ പോലും അതിന് ചില നിയമ തടസ്സങ്ങളുണ്ട്. നമ്മൾ ചെയ്തു വെച്ച ചില കാര്യങ്ങൾ അതിന് പ്രോപ്പർ ആകാത്തതുകൊണ്ട്, അതിൻ്റെ പൂർണ്ണ രീതിയിലാകാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ തടസ്സങ്ങൾ. ഒരു രോഗിയെ, ഒരാളെ ഒരു വണ്ടി ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ശേഷം അദ്ദേഹത്തിന് ചെയ്യേണ്ട രീതിയിലുള്ള മരുന്നുകൾ ചെയ്യുന്നതിനിടയിൽ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അയാൾ തോന്നിയതുപോലെ ജീവിക്കുമ്പോഴേക്കും പിന്നീട് വരുന്ന ജീവിതത്തിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ, അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ചില കോശങ്ങളുടെ ജീവനില്ലാത്ത അവസ്ഥകൾ, മരിച്ചുപോയ അവസ്ഥകൾ, അതൊക്കെ കാണുമ്പോഴേക്കും അവൻ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അവരോട് ദേഷ്യപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല. തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ട ചില കാര്യങ്ങൾ, ആ അപകടത്തിന് ശേഷം തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ട ചില ചികിത്സകൾ അവനത് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് അവനിന്ന് രോഗിയായിട്ട് ഇരുന്നിരിക്കുന്നത്. പ്രിയമുള്ളവർ, ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴേക്കും നമ്മൾ ദൈവസന്നിധിയിലാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവമക്കളായ നമ്മൾ ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തിലേക്ക് നോക്കണം. അതിനൊപ്പം തന്നെ മറ്റുള്ളവരെ, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്രകാരമാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓരോ ദിവസം ചെല്ലുന്നതോറും നിരാശയിലേക്കും അതേപോലെ തന്നെ വീഴ്ചയിലേക്കും വീണുകൊണ്ടിരിക്കുകയാണ്. അവരെ ഉയർത്തുവാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും? ദൈവമായ കർത്താവ് മോശയോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യവും മറക്കരുതെന്നാണ് പറയുന്നത്. വെച്ചാൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിങ്ങളെ കൊണ്ടുവന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആ ദൈവം ചെയ്ത കാര്യങ്ങളെ നിങ്ങൾ അനുസ്മരിക്കുകയും. പ്രിയമുള്ളവർ, ഇന്നത്തെ ക്രിസ്ത്യാനികൾ അനുസ്മരിക്കേണ്ടത് എന്താണ്? അതിലേക്കാണ് ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളെയാണ് അനുസ്മരിക്കേണ്ടത്. അവൻ എന്താണ്? ഒരു കടന്നുപോകലാണ്. ഈ ജീവിതം ഒരു കടന്നുപോകലാണ്. ഈ കടന്നുപോകലിനുള്ളിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് അവിടുത്തെ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, അവിടുന്ന് കുരിശെടുത്ത് കടന്നു പോകുമ്പോഴേക്കും ആ കുരിശിൻ്റെ പിന്നാലെ എൻ്റെ കുരിശും എടുത്ത് കടന്നു പോകുവാനായിട്ട്, നമ്മൾ ഓരോരുത്തരുടെയും കുരിശും എടുത്ത് അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ട്, അവനെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ചിന്തനം ചെയ്യുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കാരണം ബലി വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ബലി നമ്മൾ പങ്കെടുക്കുന്നവരെ, നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരെ, നമുക്ക് 100,000 തടസ്സങ്ങളൊന്നും ഇന്ന് ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കാത്ത അനേകം തടസ്സങ്ങൾ മനുഷ്യർ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക,
നമുക്ക് ഈ ബലി കർത്താവ് പറഞ്ഞത് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നാണ്. ആ ബലിയെ സംബന്ധിക്കുമ്പോൾ ഈ നിയമത്തെ പ്രവാചകൻ അസാധുവാക്കാനല്ല യേശു വന്നിരിക്കുന്നത് പറയുന്നു. യേശു പറയുകയാണ് ഇതൊക്കെ ഈ ദൈവമായ കർത്താവ് മോശയിലൂടെ അറിയിച്ചിരുന്ന കാര്യം തന്റെ ജനത്തോട് പറയും ഇതൊക്കെ അനുസ്മരിക്കുമെന്ന് പറയുമ്പോൾ ഈശോ പറയും ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം. ബലി പൂർണ്ണതയോടെ വിശുദ്ധിയോടെ അർപ്പിക്കുവാനായിട്ട്, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട്, സർവവും മറന്ന് കർത്താവിന് സന്നിധിയെ സമർപ്പിക്കുവാനായിട്ട്, ഏറ്റവും കൂടുതലായിട്ട് ഈ ലോകത്തുള്ള ചട്ടങ്ങളെക്കാൾ ഉപരി ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെടുവാനായിട്ട്, ദൈവത്തിൻ്റെ ആ ഒരു ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകൾ പാലിക്കപ്പെടുവാനായിട്ട്, ഈശോ നൽകിയിരിക്കുന്ന ഇതെല്ലാത്തിനെയും സംശയം ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും ദിവ്യമായ കൽപ്പനകൾ ഉള്ളവരെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതൊക്കെ അനുസരിക്കുന്നവരായിട്ട് മാറുന്നതിന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പൂർണ്ണതയോടെ അവിടുത്തെ മക്കളെന്ന തരത്തിൽ അവിടുത്തെ ദൈവമായ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്ന പോലെ നമുക്ക് പരിപൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ